നാസയുടെ ബഹിരാകാശ യാത്രികരായിട്ടുള്ള നിക് ഹേഗും സുനിത വില്യംസും ചേർന്ന് ജനുവരി 16 വ്യാഴാഴ്ച 7 മണിയോടെ ബഹിരാകാശ നടത്തം അല്ലെങ്കിൽ സ്പേസ് വാക്ക് നടത്തി. തകരാറിലായ പാത നിയന്ത്രണ സംവിധാനം മാറ്റി സ്ഥാപിച്ചു. വൈകിട്ട് 5:30 6.5 മണിക്കൂർ എടുത്തുകൊണ്ട് അവർ ദൗത്യം പൂർത്തിയാക്കി. കൂടാതെ എക്സ്റേ ടെലിസ്കോപ്പായ നിസർ, നാവിഗേഷൻ റിഫ്ലക്ടർ, ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്റർ തുടങ്ങിയവയിൽ അറ്റകുറ്റപ്പണികൾ നടത്തി. ബഹിരാകാശ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഭൂമിയിലെത്താൻ സഹായിക്കുന്ന നിർണായക ഘടകമാണ് ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്ററിനുള്ളത്. നാസ ഈ നടത്തം ലൈവ് സ്ട്രീം ചെയ്തിരുന്നു. ബഹിരാകാശ പേടകത്തിന് എന്തൊക്കെ അറ്റകുറ്റപ്പണികളാണ് വേണ്ടതെന്നുള്ള കൃത്യമായ വിവരം ഈ നടത്തത്തോടെ നാസയ്ക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. വില്യംസിൻ്റെ 8ാമത്തെയും നിക്കിൻ്റെ 4ാമത്തെയും ബഹിരാകാശ നടത്തമാണിത്. ബഹിരാകാശ പേടകത്തിൻ്റെ അടിയന്തരമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ ഇരുവരും ചേർന്ന് ചെയ്യുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം. എന്താണ് ഈ ബഹിരാകാശ നടത്തം? ബഹിരാകാശ നിലയത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പിക്കുന്നതിനും കേടുപാടുകൾ പരിഹരിക്കുന്നതിനാണ് സാധാരണയായി ബഹിരാകാശ യാത്രികർ ഈ നടത്തം നടത്തുന്നത്. സ്റ്റാർലൈനർ എന്ന ബഹിരാകാശ പേടകത്തിൻ്റെ ക്ഷമതാ പരിശോധനയുടെ ഭാഗമായിട്ടാണ് സുനിത വില്യംസും സഹയാത്രികൻ ബുച്ച് വിൽമോറും ഇതേ പേടകത്തിൽ തന്നെ കഴിഞ്ഞ ജൂൺ 6 ബഹിരാകാശ നിലയത്തിലെത്തി. എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിന് യാത്രയ്ക്കിടെ തന്നെ സാങ്കേതിക തകരാറുണ്ടായി. അതുമൂലമാണ് ഇരുവർക്കും ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയാതെ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയത്. കഴിഞ്ഞ ജനുവരി 1 നമ്മൾ 2025 വരവേറ്റപ്പോൾ ഈ ബഹിരാകാശ നിലയത്തിലുള്ളവർ 16 വട്ടമാണ് വർഷം കണ്ടത്. മണിക്കൂറിൽ 2800 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശം 90 മിനിറ്റ് കൊണ്ട് പരിക്രമണം പൂർത്തിയാക്കും. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ നിലയത്തിൽ ഇത്തരത്തിൽ ഓരോ നിമിഷവും 16 സൂര്യാസ്തമനങ്ങൾ കാണാനാവും. പുതുവർഷത്തിൽ അവർ 16 തവണ സൂര്യോദയം കണ്ടുവെന്നാണ് നാസ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത്. ത്തിൻ്റെ പിഴവ് മൂലം 6 മാസത്തിൽ കൂടുതലായി അവർ ബഹിരാകാശത്ത് കുടുങ്ങിയിരിക്കുകയാണ്. മാർച്ച് മാസത്തിന് ശേഷം മാത്രമേ അവർക്ക് ഭൂമിയിൽ തിരികെ എത്താനാവൂ എന്നാണ് നാസ അടുത്തിടെ വെളിപ്പെടുത്തിയത്. ഇനി ജനുവരി 23 രാവിലെ 7:05 2ാമത്തെ സ്പേസ് വാക്ക് ആരംഭിക്കുന്നത്.